സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന 50 ആയത്തുള്ള അതും 3 പേജാണ്. ആ സൂറത്ത് നിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഹൃദയം പ്രകാശിക്കുകയോ, നിന്റെ ജീവിതം പ്രകാശിക്കുകയോ, നിന്റെ വീട് പ്രകാശിക്കുകയോ. പെങ്ങളെ, ഈ ഖുർആൻ ഓതിയാൽ അതാ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രകാശമാണല്ലോ. ആ ഖുർആൻ ഓതിയാൽ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിലോ എന്റെ പെങ്ങളെ, എന്തുകൊണ്ട് നിനക്ക് ഓതാ കഴിയുന്നില്ല? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗം വേണോടാ കുഞ്ഞുമോനെ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാകിട്ടെന്ന പ്രതിഫലം പറയാ. നിനക്ക് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങളിൽ ആർക്കെങ്കിലും വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുർആനിലെ ഒരായത്ത് അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാരരുകളെ തീരുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിനക്ക് വേണോ? ദീനിന്റെ പ്രമാണം കൊടുക്കണ്ട, ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കണ്ട, രാവും പകലും പട്ടിണി കിടക്കണ്ട, നോമ്പ് പിടിക്കണ്ട, കഷ്ടപ്പെടണ്ട, ഉറക്കപ്പെടിയണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിനെ സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഖുർആനില്ലാത്ത ഒന്നുമില്ല, ഖുർആനില്ലാത്ത ഒന്നുമില്ല. പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് നിനക്ക് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണമുണ്ടല്ലോ, പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാതെ വെട്ടി കീറുന്ന മരണമുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഇവിടെ മുതൽ അങ്ങ് താഴെ വരെ കീറിക്കളയുന്ന ഒരു മരണം. അല്ലാഹുവേ, ഞാൻ 2 ദിവസം മുമ്പ് ഈ വരുന്ന എടുത്ത് ബുധനാഴ്ച ദിവസം ഞാനും കണ്ടതാ ഒരു മയ്യത്ത്. അല്ലാഹുവേ, എന്റെ വീടിന്റെ തൊട്ടു മുകളിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വണ്ടിക്കകത്തിരുന്നിട്ട് മരണപ്പെട്ടു പോയി. ഇതാ ഇവിടെ മുതൽ താഴെ വരെ. അല്ലാഹുവേ, പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോ ചാക്ക് തച്ചു വെച്ചിരിക്കുന്നത് പോലെ തച്ചു വെച്ചിരിക്കുന്ന അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അപകട മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് ഇറങ്ങിപ്പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാം ഖുർആനിലുണ്ട്. വണ്ടിക്കകത്ത് കയറുമ്പോ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ? വണ്ടിക്കകത്ത് കയറിയിട്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ? ദുർമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോത് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. സ്വർഗം വേണോ? സ്വർഗം വേണോ? ആർക്കെങ്കിലും വേണോ? വേണോന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്ക്. സ്വർഗം വേണോന്ന് ആഗ്രഹമുള്ളവര് ഞാൻ പറഞ്ഞുതരാം. നീ പൈസ ഒന്നും കൊടുക്കണ്ട, നീ തലകുത്തിയൊന്നും അറിയണ്ട. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഇന്നു മുതൽ ഓതിക്കോ. അള്ളാഹ് നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അള്ളാഹ് നിനക്ക് സ്വർഗം തരും. ഖുർആനിലെ ഒറ്റ ആയത്ത് ഇന്നു മുതൽ ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? 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 പറ, ഓതുവോ? എന്താടാ ചിരിക്കണേ? ഒരുത്തേ ഇരുന്ന് ചിരിക്കണ അളിയാ. അപ്പൊ ഇന്നു മുതൽ അപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയാ മതിയില്ലേ? അപ്പൊ ഈ നിസ്കരിക്കൊന്നും വേണ്ട, വായതൊന്നും കേൾക്കണ്ട, ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗം കിട്ടും. അങ്ങനെയല്ല. ഖുർആനിലെ ഒരായത്ത്, മോനെ, ഖുർആൻ ഇല്ലാത്ത ഒന്നുമില്ല. ഖുർആനിലെ ഒരായത്ത് ഓതിയാ അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് വണ്ടി കയറിക്കോ, ഒരിക്കലും നിനക്ക് ആക്സിഡന്റ് പറ്റൂല. നിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതി അള്ളാഹു നിനക്ക് വരുത്തൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല പെണ്ണിനെ വേണോ? നല്ല പെണ്ണുമ്പിള്ളയെ വേണോ? സാലിഹത്തായ ഭാര്യ വേണോ? കെട്ടി വീട്ടിൽ കൊണ്ടിട്ടിരിക്കണ ആമിനെ നേരെയാകണോ? ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്. സാലിഹത്തായ പെണ്ണിനെ വേണോ? സാലിഹായ ഭർത്താവിനെ വേണോ? സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, ഖുർആൻ ഓദിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലാത്ത ഒന്നുമില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ല. നീ എന്തേ കരുതിയത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ